ഈ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലേ ഷഫ്ന? Okay. Mr. Nishant is employed in a town. The population of the town is 13 lakh. His particulars of income for assessment year 2021-22 are given. Basic salary 16,000 per month. DA rupees 4,000 per month. Then 40% enters into retirement benefits. ഈ DA ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് 40% റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടിയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് DA ഫോർ റിട്ടയർമെന്റ്, എംപ്ലോയ്മെന്റ് ഓർ സർവീസ് ബെനിഫിറ്റ്. സർവീസ് ബെനിഫിറ്റ് എന്നോ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നോ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് എന്നോ പറയുകയാണെങ്കിൽ ആ DA എന്താണ്? ഡിയർനെസ് പേ ആണ് അല്ലെ? ഇപ്പൊ 4,000 പെർ മന്ത് എന്ന് പറയുന്ന എമൗണ്ടിന്റെ 40% ഡിയർനെസ് പേ ആണ്. ബാക്കി 60% DA മാത്രമാണ്. പിന്നെ ബോണസ് ആണ് 16,000 പെർ ആനം. Commission rupees 9,000 per annum. Then EA stands for entertainment allowance, rupees 100 per month. ഇതിൽ ബോണസും കമ്മീഷനും മാത്രം ഒരു വർഷത്തേക്കുള്ള ഫിഗർ ആണ്. ബാക്കിയുള്ളതൊക്കെ ഓരോ മാസത്തേക്കുള്ള പേയ്മെന്റുകളാണ്. ഫെയർ റെന്റൽ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ ഇസ് rupees 40,000 per annum. വാല്യൂ ഓഫ് ഫർണിച്ചർ പ്രൊവൈഡഡ് rupees 40,000. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് എംപ്ലോയർ റെന്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതിന്റെ ഫെയർ റെന്റൽ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്ന മീനിങ് എന്തായിരുന്നു? ഒരു പ്രത്യേക സ്ഥലത്തുള്ള വീടിനുണ്ടാകുന്ന ആ സ്ഥലത്തുള്ള ഒരു വാടക ഉണ്ടാവും അല്ലെ? അതാണ് ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ റെന്റ് ഫ്രീ ഹൗസിന്റെ ഫെയർ റെന്റൽ വാല്യൂ 40,000 ആണ്. Then value of furniture provided is 40,000. 40,000 rupees വാല്യൂ ഉള്ള ഫർണിച്ചറും ഈ വീട്ടിനകത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ട് ഗ്രോസ് ഇൻകം ഫ്രം സാലറി. ഇവിടെ നമ്മൾ റെന്റ് ഫ്രീ ഹൗസ് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ പോരാ. ഇദ്ദേഹത്തിന്റെ ഗ്രോസ് ഇൻകം, സാലറിയുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്ന എമൗണ്ട് എന്താണ്, അതാണ് നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്വസ്റ്റിൽ കാണുന്നത് പോലെ അത് ഫർണിഷ്ഡ് ഹൗസ് ആണ് അല്ലെ? കാരണം അതിനകത്ത് ബിൽഡിങ്ങിന്റെ വാല്യൂ, ഫെയർ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫർണിച്ചറിനെ കുറിച്ചും പരാമർശമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ദെൻ ഹിയർ വി ഹാവ് ടു കമ്പ്യൂട്ട് ദി ഗ്രോസ് ഇൻകം ഫ്രം സാലറി. എംപ്ലോയിയുടെ ഗ്രോസ് സാലറി ഇൻകം ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ടു ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി. അപ്പൊ അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഐറ്റം ബേസിക് സാലറി ആണ് അല്ലെ? ബേസിക് സാലറി rupees 16,000 പെർ മന്ത്. 16,000 രൂപയാണ് ബേസിക് സാലറിയുടെ എമൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഐറ്റം അതാണ്. ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റം ബേസിക് സാലറി അല്ലെ? 16,000 into 12 എന്ന് പറയുമ്പോൾ rupees 1,98,000 ആണ് അതിനകത്ത് വരിക. അടുത്ത ഐറ്റം DA ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, DA എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് അല്ലെ? ഏത് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ആണെങ്കിലും, ഗവൺമെന്റ് എംപ്ലോയീസ് എന്നോ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഏത് കാറ്റഗറീസിൽ വരുന്ന എംപ്ലോയീസ് ആണെങ്കിലും DAയുടെ എമൗണ്ട് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇവിടെ ഡിയർനെസ് പേ നമ്മൾ ചില സമയത്ത് എടുക്കാറില്ല. അത് ഏത് കേസിൽ മാത്രമാണ്? നമ്മളിവിടെ HR കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഡിയർനെസ് പേ മാത്രമേ എടുക്കുള്ളൂ. ആ പർപ്പസിന് വേണ്ടിയുള്ള കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ്. ഒരു എംപ്ലോയി ടാക്സബിൾ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും എന്താണ്? DA ഫുള്ളി ടാക്സബിൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ DAയുടെ എമൗണ്ട് ഇവിടെ നമ്മൾ ഡിയർനെസ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. DA 4,000 പെർ മന്ത് ആണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നു. DA ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ഐറ്റം DA ആണ്. DA അല്ലെ? 4,000 into 12 ഒരു മാസത്തേക്ക് 4,000 ആണ്, ഒരു വർഷത്തേക്കാകുമ്പോൾ 48,000 ആണ് അതിനകത്ത് വരിക. പിന്നെ അതിനകത്ത് വരുന്ന ഐറ്റം ബോണസ് ആണ്. ബോണസ് എന്ന് പറയുന്ന ഒരു ക്യാഷ് പേയ്മെന്റ് ആണ്. ഒരു അസസി കിട്ടുന്ന ഇൻകം അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പൊ 16,000 പെർ ആനം ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്. നമ്മൾ ബോണസിന്റെ എമൗണ്ട് അതേപോലെ 16,000 ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കാണിക്കുന്നു. ബോണസ് ഈസ് rupees 16,000. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ ആണ്. കമ്മീഷൻ ടാക്സ് ആയിട്ടുള്ള ഒരു സാലറി ഇൻകം ആണ്. ഇതും ഒരു വർഷത്തേക്കുള്ള പേയ്മെന്റ് ആണ്. 9,000 പെർ ആനം ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആ എമൗണ്ട് അടുത്ത ഐറ്റം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കമ്മീഷൻ rupees 9,000 കമ്മീഷൻ ആയിട്ട്.
നെക്സ്റ്റ് ഐറ്റം എന്റർടൈൻമെന്റ് അലവൻസ് ആണ് ₹100 പെർ മന്ത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്ത ശേഷം കുറച്ച് എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കും, അല്ലെ? അപ്പൊ ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി അല്ല, അല്ലെ? അപ്പോൾ ഡിഡക്ഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്റർടൈൻമെന്റ് അലവൻസിന്റെ എമൗണ്ട് പൂർണ്ണമായും ടാക്സബിൾ ഇൻകം ആയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ ₹100 പെർ മന്ത് ആണ്. ഒരു വർഷത്തേക്കാകുമ്പോൾ 100 into 12, അല്ലെ? സോറി, അത് ₹1000 ആണ്. ചെറിയ കറക്ഷൻ ഉണ്ട്, കറക്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ₹1000 പെർ മന്ത് ആണ്. ₹12,000 ആണ്. അങ്ങനെയാകുമ്പോൾ ഓക്കെ. ഇനി ഇവിടെ നമ്മൾ സാലറി ഇൻകം നോക്കിയാൽ ഈ അസസി കിട്ടുന്ന പിന്നെയുള്ള സാലറി ഇൻകം എന്തുമാണ്? ഇവിടെ ഇനി വേറെ ക്യാഷ് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. ഇനി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെ? ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ് എംപ്ലോയി കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി 40,000 രൂപ ഒരു വർഷത്തേക്ക് വാടക വരുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഫെയർ റെന്റൽ വാല്യൂ ഉള്ള ഒരു ബിൽഡിംഗ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ബിൽഡിംഗ് എന്ന് പറയുന്ന എംപ്ലോയർ വാടകയ്ക്ക് എടുത്തതല്ല, അല്ലെ? ഇവിടെ പറയുന്നത് എന്താണ്? ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ അർത്ഥം അതിന്റെ വാടക എമൗണ്ട് അതല്ല, അല്ലെ? ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അവിടെ കിട്ടുമായിരുന്ന വാടക എമൗണ്ട് ആണ് ഈ പറയുന്ന ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്ന എമൗണ്ട്. ₹40,000 പെർ ആനം ഫെയർ റെന്റൽ വാല്യൂ ഉള്ള ഒരു വീടാണ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? എംപ്ലോയർ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ വീട് കൊടുക്കുന്നതെന്ന് പറയുന്നില്ല. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നു? ഈ എംപ്ലോയി ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇവിടെ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് തന്നെയാണ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? പിന്നെ പറയുന്നത് ആ വീട്ടിലേക്ക് നിൽക്കുന്ന ഫർണിച്ചറിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇതൊരു പെർക്സിറ്റ് ആണ്. ഇനി ഒരു പെർക്സിറ്റ് മാത്രമേ അത് ബാക്കിയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ടാക്സ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? അപ്പൊ പെർക്സിറ്റിന്റെ വാല്യൂ, റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം ഏത് കാറ്റഗറി എംപ്ലോയി ആണ് എംപ്ലോയി. സ്വാഭാവികമായിട്ടും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്, അല്ലെ? ഈ ഹൗസ് എങ്ങനെയുള്ള ഹൗസ് ആണ്? ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണ്. അത് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസ് ആണ്, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആണ്. അപ്പോൾ അത്രയും കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇന്ന് ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഏത് രീതിയിലാണ് ഈ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ലൈഡിനകത്ത് നമുക്കത് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന കാര്യം സിറ്റിയിലെ പോപ്പുലേഷൻ ആണ്, അല്ലെ? നമ്മുടെ എക്സാമ്പിളിനകത്ത് പറയുന്നുണ്ട് 13 lakh ആണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. 13 ലക്ഷമാണ്. 13 ലക്ഷമാകുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കകത്താണ് ആ ഐറ്റം വരുന്നത്, അല്ലെ? ഇത് പറയുമ്പോൾ ഇതിനകത്താണ് വരുന്നത്. 10% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ എക്സീഡ്സ് 10 lakh ബട്ട് നോട്ട് മോർ ദാൻ 25 lakh. 10 lakhൽ അധികവും 25 lakh വരെയുമുള്ള പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 10% ഓഫ് സാലറിയാണ് വരിക. സാലറിയുടെ മീനിങ് എന്തായിരുന്നു? നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സാലറി എന്ന് പറയുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെ? ബേസിക് പേ, ബോണസ്, കമ്മീഷൻ, ഓൾ ടാക്സബിൾ അലവൻസസ് ആൻഡ് എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ്. അതിൽ എടുക്കാൻ പാടില്ലാത്ത ഐറ്റമാണ് DA നോട്ട് ഫോർ എംപ്ലോയർ എടുക്കാൻ പാടില്ല, അഡ്വാൻസ് സാലറി, അയർ ഓഫ് സാലറി എന്നിവ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ RPF-ലേക്കുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എമൗണ്ട് എടുക്കാൻ പാടില്ല. എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്തോ പിരിച്ചുവിടുന്ന സമയത്തോ കിട്ടുന്ന ലംസം പേയ്മെന്റ് എമൗണ്ട് എടുക്കാൻ പാടില്ല. ഒരു പെർക്സിറ്റ്സും സാലറിക്കകത്ത് എടുക്കാൻ പാടില്ല. അപ്പൊ അല്ലാതെ വരുന്ന എമൗണ്ട് ആണ് ഇവിടെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 13 lakh പോപ്പുലേഷൻ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ 10% ഓഫ് സാലറി എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട സാലറിയുടെ മീനിങ് ഇതാണ്. നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ സാലറിക്കകത്ത് അപ്പോൾ എന്തൊക്കെ വരും, അല്ലെ? ബേസിക് സാലറി നമ്മൾ സാലറിക്കകത്ത് എടുക്കണം 16,000 പെർ മന്ത്. DA എന്ന് പറയുന്ന എമൗണ്ട് നോട്ട് ഫോർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഡിയർനെസ് പേ അല്ലാത്ത DA എടുക്കാൻ പാടില്ല. ഡിയർനെസ് പേ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇത് പറയുമ്പോൾ 4,000ന്റെ 40% വരുന്ന എമൗണ്ട് ആണ് ഒരു മാസത്തേക്കുള്ള ഡിയർനെസ് പേ. അങ്ങനെ നമ്മൾ 12 മാസത്തേക്കുള്ള ഡിയർനെസ് പേയും സാലറിക്കകത്ത് എടുക്കേണ്ടി വരും. പിന്നെ ബോണസ് 16,000 പെർ ആനം, ബോണസ് സാലറിക്കകത്ത് വരണം. കമ്മീഷന്റെ എമൗണ്ടും സാലറിക്കകത്ത് വരും. പിന്നെ പറഞ്ഞത് എനി ടാക്സബിൾ അലവൻസ് ആണ്. ഇവിടെ നമ്മൾ കണ്ടു എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുന്ന എമൗണ്ട്, അതും ടാക്സബിൾ അലവൻസ് ആണ്. 1,000 പെർ മന്ത് ആ എമൗണ്ട് വരും. അപ്പൊ ഇവിടെ ബേസിക് പേ വരും, ഡിയർനെസ് പേ വരും, ബോണസ് വരും, കമ്മീഷൻ വരും, അതുപോലെ എന്റർടൈൻമെന്റ് അലവൻസിന്റെ ടാക്സബിൾ ആയിട്ടുള്ള പോർഷനും വരും. ഓക്കെ, ലെറ്റ്സ് കം ടു ദി കാൽക്കുലേഷൻ ഓഫ് റെന്റ് ഫ്രീ ഹൗസ്. അപ്പോൾ സാലറി എന്ന് പറഞ്ഞിടത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സാലറിയിൽ ആദ്യം വരുന്ന ഐറ്റം ബേസിക് പേ ആണ്, ₹1,92,000. പിന്നെ വരുന്നത് 40% ഓഫ് DA അല്ലെങ്കിൽ ഡിയർനെസ് പേ എന്ന് പറയുന്ന എമൗണ്ട് ആണ്. 4,000 into 12
ഇൻറ്റു 40% ആ എമൗണ്ട് വരും. ദെൻ ബോണസ് ഒരു വർഷത്തേക്കുള്ളത് 16,000, കമ്മീഷൻ ഒരു വർഷത്തേക്കുള്ളത് 9,000, അതുപോലെ എന്റർടൈൻമെന്റ് അലവൻസ് ഒരു വർഷത്തേക്കുള്ളത് 12,000 രൂപ അല്ലെ. അപ്പൊ ഇത്രയും എമൗണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് റെന്റ് ഫ്രീ ഹൗസ് കമ്പ്യൂട്ട് ചെയ്യേണ്ട സാലറി കിട്ടും. അതിന്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്? ₹2,48,200 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ ഈ പർപ്പസിനുള്ള സാലറി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസ് ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഫർണിച്ചറിന്റെ നേച്ചർ അനുസരിച്ച് അതിന്റെ കോസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ഹയർ ചാർജസോ നമ്മൾ ഈ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടതാണ് കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ്. That is 10% of salary. As the population in between 10 lakh and 25 lakh, the value of unfurnished house shall be 10% of salary. Here salary is ₹2,48,200. Then 2,48,200 into 10%. That is ₹24,820. അപ്പോൾ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് ഇവിടെ 24,820 ആണ് അല്ലെ. ഇതൊരു ഫർണിഷ്ഡ് ഹൗസ് ആണ്. നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ 40,000 റുപ്പീസിന്റെ ഫർണിച്ചർ എംപ്ലോയർ ഈ വീട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത ഫർണിച്ചർ അല്ല, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണ്. എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% ആഡ് ചെയ്യണം അല്ലെ. അപ്പോൾ ₹40,000 ആണ് ഫർണിച്ചറിന്റെ കോസ്റ്റ്. അതിന്റെ 10% നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. Then 40,000 into 10%, that is ₹4,000. ഓക്കെ, ഇനി ഇവിടെ ഈ റെന്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പേയ്മെന്റും എംപ്ലോയി തിരിച്ച് എംപ്ലോയർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് കുറയ്ക്കുകയൊന്നും വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ആ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന വാല്യൂ ആണ് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ. എന്നാൽ ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള റിക്കവറി ഒന്നും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഹൗസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ₹28,820 ആണ്. 28,000. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാലറിക്കകത്ത് ഉൾപ്പെടുത്തണം അല്ലെ. സാലറിക്കകത്ത് നമ്മൾ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സാലറി ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് സാലറി, അലവൻസസ്, പെർക്വിസിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി, ഇത്രയും കാര്യങ്ങൾ വരും അല്ലെ. അപ്പൊ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ ഒരു പെർക്വിസിറ്റ് ആണ്. അത് ടാക്സബിൾ ആയിട്ടുള്ള ഭാഗം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ₹28,820. അപ്പൊ ഇത്രയാണ് ഈ ഒരു എംപ്ലോയിയുടെ ഈ വർഷത്തേക്കുള്ള സാലറി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ടോട്ടൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ₹3,05,820. ദാറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി. അതാണ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതുണ്ടോ? ബിൻസിയ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ബിൻസിയ കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഉണ്ണിമായ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പോ ഇതാണ് ഇപ്പൊ നമ്മൾ അതിനകത്ത് പറഞ്ഞ റെന്റ് ഫ്രീ ഹൗസിനകത്ത് വരുന്ന നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആകുമ്പോൾ അതിലുള്ള ഒന്നാമത്തെ കേസ് അല്ലെ. ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു. ഇപ്പോ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിൽ ഓൺഡ് ബൈ ഹൗസ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ ആകുമ്പോൾ ഉള്ള കേസാണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ഇൻ കേസ് ഓഫ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. ഹൗസ് ഈസ് ഹയേർഡ് ബൈ ദി എംപ്ലോയർ. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആകുമ്പോൾ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസിന്റെ കേസാണ്. ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? രണ്ടാമത്തെ കേസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആകുമ്പോൾ എംപ്ലോയർ വാടകയ്ക്കെടുത്ത ഒരു ഹൗസ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഇത് പറയുമ്പോൾ എംപ്ലോയർ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണർഷിപ്പിലുള്ള ബിൽഡിംഗ് അല്ല ഇവിടെ എംപ്ലോയി എന്താണ് ചെയ്യുന്നത്? ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് ആ വീട്ടിലാണ് ഇവിടെ എംപ്ലോയെ താമസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി വാടക എടുത്തിട്ട് ഒരു വീട് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യാണ്. അതും അത് തന്നെയാണ് റെന്റ് ഫ്രീ ഹൗസിന്റെ കേസ് തന്നെയാണ് അല്ലെ. അവിടെയും നമ്മൾ അതിന്റെ പെർക്വിസിറ്റിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി റൂൾ 3 സബ് റൂൾ 1 പ്രകാരമുള്ള റൂളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ വീടിന് എത്രയാണോ ആക്ച്വലി എംപ്ലോയർ വാടകയായിട്ട് കൊടുക്കേണ്ടി വരിക. കാരണം എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന വീടാണ് ഇവിടെ എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദി ആക്ച്വൽ എമൗണ്ട് ഓഫ് റെന്റ് പേയബിൾ ബൈ ദി എംപ്ലോയർ? എത്ര എമൗണ്ട് ആണ് ഈ വീടിന് വാടകയായിട്ട് എംപ്ലോയർ കൊടുക്കുന്നത്? അത് ഒന്നാമത്തെ എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് ഓർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നു 15% ഓഫ് സാലറി ഓഫ് എംപ്ലോയി. എംപ്ലോയിയുടെ സാലറിയുടെ 15% ഓഫ് സാലറി എടുക്കുക. ഈ രണ്ട് എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ലെസ്, അതിൽ ഏതാണോ കുറവുള്ളതെങ്കിൽ ആ കുറവ് വരുന്ന വാല്യൂ ആണെന്ത്? വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആ ഒരു പ്രീവിയസ് ഇയറിൽ എത്ര കാലത്തേക്ക് എംപ്ലോയി വാടക ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അത്രയും പീരീഡിലേക്ക് എംപ്ലോയർ കൊടുക്കേണ്ടി വരുന്ന ആക്ച്വൽ റെന്റ് എത്രയാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, എംപ്ലോയി താമസിക്കുന്ന ആ കാലഘട്ടം എത്ര കാലത്തേക്കാണ്? അപ്പൊ എംപ്ലോയി 8 മാസം താമസിക്കുന്നുള്ളെങ്കിൽ 8 മാസത്തേക്കുള്ള സാലറി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 8 മാസത്തേക്കുള്ള സാലറി എടുത്തിട്ട് അതിന്റെ 15% കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ കുറവുള്ളതെങ്കിൽ കുറവ് വരുന്ന എമൗണ്ട് ആണെന്ത്? വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഇതും ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലും അല്ലാത്ത കേസിലും കണ്ടതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ ഫർണിച്ചറിന്റെ കേസ് നോക്കണം. ആ ഫർണിച്ചർ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണോ, അതല്ല എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത ഫർണിച്ചർ ആണോ? എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? 10% പെർ ആനം ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% ഒരു വർഷത്തേക്ക് എന്ന രീതിയിൽ നമ്മൾ എടുക്കണം. അല്ലെ? ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 8 മാസമേ എംപ്ലോയി ഈ ഫർണിച്ചർ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഫർണിച്ചറിന്റെ കോസ്റ്റ് എടുത്തിട്ട് അതിന്റെ 10% 8 മാസത്തെ കമ്പ്യൂട്ട് ചെയ്യാവൂ. അപ്പൊ ബിൽഡിംഗ് ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും എത്ര കാലമാണോ അത് ആ എംപ്ലോയി ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും പീരീഡിലേക്കുള്ള എമൗണ്ടേ നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അഥവാ എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത് ഫർണിച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കോസ്റ്റിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹയർ ചാർജസ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. അല്ലെ? ആ ഫർണിച്ചറിന് വാടകയായിട്ട് എംപ്ലോയർ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണോ അത് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ആക്ച്വൽ റെന്റ് പേയബിൾ ബൈ എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി ഓഫ് എംപ്ലോയി വിച്ച് എവർ ഈസ് ലെസ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. ദെൻ ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ വാല്യൂ നമ്മൾ എടുക്കുന്നു അല്ലെ? അതിനുശേഷം എന്തെങ്കിലും എമൗണ്ട് തിരിച്ച് എംപ്ലോയി അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വല്ല എമൗണ്ടും എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ലെസ് ചെയ്യണം. ദെൻ ലെസ് എനി എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയി. അപ്പൊ കിട്ടുന്ന ഡിഫറൻസ് എമൗണ്ട് വിളിക്കുന്ന പേരാണ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു വീട് ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഷാനിഫ, am I clear? Yes, sir. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. ഇതിനകത്ത് പറയുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മിസ്റ്റർ എക്സ്, എ ബാങ്ക് ഓഫീസർ, റിസീവ്സ് ₹26,000 per month as salary and ₹1,000 per month as DA. He is also getting entertainment allowance of ₹800 per month and he is getting a bonus equal to 3 months pay. He resides in a house taken on rent by the bank whose rent is ₹4,000 per month. Compute his gross salary for assessment year 2021-22. അപ്പോൾ ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ബാങ്കിലെ എംപ്ലോയി ആണ് അല്ലെ? അദ്ദേഹത്തിന്റെ സാലറി ഇതിനകത്ത് പറയുന്നുണ്ട് 26,000 പെർ മന്ത് ആണ് അദ്ദേഹത്തിന്റെ സാലറി. 26,000 പെർ മന്ത്. ദെൻ ഒപ്പം തന്നെ അദ്ദേഹത്തിന് 1,000 പെർ മന്ത് DA ആയിട്ട് കിട്ടുന്നുണ്ട്. 800 പെർ മന്ത് എന്റർടൈൻമെന്റ് അലവൻസ് ആയിട്ടും ഈ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഇദ്ദേഹത്തിന് 3 months പേ, 3 മാസ ശമ്പളത്തിന് തുല്യമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3 മാസത്തെ ബേസിക്
ബേസിക് സാലറിക്ക് തുല്യമായിട്ടുള്ള എമൗണ്ട് ഇദ്ദേഹത്തിന് ബോണസ് ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പം ആ വർഷം കിട്ടുന്ന സാലറി എമൗണ്ട് വരുന്നത് അങ്ങനെയാണ്. Then he resides in a house taken on rent by the bank. ഈ ബാങ്ക് വാടകയ്ക്ക് എടുത്ത് പറയുമ്പോൾ ഇയാളുടെ എംപ്ലോയർ ആണ് ബാങ്ക് അല്ലെ. ബാങ്ക് വാടകയ്ക്ക് എടുത്ത ഒരു ബിൽഡിങ്ങിലാണ്, വീട്ടിലാണ് ഈ എംപ്ലോയി താമസിക്കുന്നത്, മിസ്റ്റർ എക്സ് താമസിക്കുന്നത്. ആ വീടിന്റെ വാടക 4000 പെർ മന്ത് ആണ്. ഒരു മാസത്തേക്ക് 4000 രൂപയാണ്. അപ്പൊ ഒരു മാസത്തേക്ക് 4000 രൂപ വാടക കൊടുത്ത് ബാങ്ക് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു വീട്ടിലാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഈ എംപ്ലോയി താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എംപ്ലോയിയുടെ ഗ്രോസ് സാലറി ഇൻകം എന്ന് പറയുന്നത്? നമ്മൾ അതിലേക്ക് കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ അല്ലെ, നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഇതിനകത്ത് കാണുന്നത് സാലറിയാണ്. സാലറി എന്ന് പറയുന്ന എമൗണ്ട് റുപ്പീസ് 26,000 പെർ മന്ത് ആണ്. ദെൻ 26,000 into 12. ദെൻ സാലറി എമൗണ്ട് റുപ്പീസ് 3,12,000. 3,12,000 ആണ് സാലറിയുടെ എമൗണ്ട് വരുന്നത്. ദെൻ 1,000 പെർ മന്ത് ആസ് ഡി എ അല്ലെ, ഡി എ 1,000 വരുന്നുണ്ട്. Then 1,000 into 12, that is rupees 12,000. പിന്നെ അതിനകത്ത് പറയുന്നത് he is getting entertainment allowance of rupees 800 per month. അപ്പൊ 800 വെച്ച് വരുന്ന എമൗണ്ട് 800 into 12 അല്ലേ, അതാണ് എന്റർടൈൻമെന്റ് അലവൻസിന്റെ എമൗണ്ട് വരിക rupees 9,600 രൂപ. വരുന്നത് ബോണസ് ആണ്. ബോണസ് 3 മാസത്തേക്കുള്ള സാലറിക്ക് തുല്യമായുള്ള എമൗണ്ട് ആണ്. ഒരു മാസം 26,000 ആണ് 1 month സാലറി പറയുന്നത്. ആ വർഷം പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വേറെ ക്യാഷ് പേയ്മെന്റ്സ് ഒന്നുമില്ല. ഇനി ഒരു പെർക്വിസിറ്റ് ആണ്. ആ പെർക്വിസിറ്റ് എന്താണ്? ഇവിടെ ബാങ്ക് അല്ല എംപ്ലോയർ വാടകയ്ക്ക് എടുത്ത ഒരു വീട് എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി നൽകുന്നു. അതിന്റെ വാടക 4000 രൂപ ഓരോ മാസവും ഈ ബാങ്ക് എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കും അല്ലെ. നമ്മൾ പെർക്വിസിറ്റിന്റെ വാല്യൂ എടുത്താൽ ഇവിടെ ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു നോൺ ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഈ എംപ്ലോയി. ഇദ്ദേഹം താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന വീടാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വാല്യുവേഷൻ പറഞ്ഞു. എങ്ങനെ വാല്യുവേഷൻ വരിക? rent, actual rent paid by employer for the house or 15% of salary of the employee, whichever is less. ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ഈ എക്സാമ്പിളിനകത്ത് ഫർണിച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു എമൗണ്ടും എംപ്ലോയി ഈ ആവശ്യത്തിന് വേണ്ടി തിരിച്ച് ഈ ബാങ്കിലേക്ക് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് എന്താണോ അത് തന്നെയാണ് ഈ അക്കോമഡേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വരാം സാലറി. സാലറി സെയിം മീനിങ് ആണ്, നമ്മൾ നേരത്തെ കണ്ട അതേ മീനിങ് ആണ്. സാലറി എന്ന് പറയുമ്പോൾ അതിനകത്ത് വരിക ബേസിക് സാലറി, അതുപോലെ തന്നെ അലവൻസസ്, ദെൻ എനി ടാക്സബിൾ അലവൻസസ്, ദെൻ ബോണസ്, കമ്മീഷൻ, എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക, സാലറിക്കകത്ത് വരിക. അപ്പൊ അതേ മീനിങ് ആണ് ഇവിടെയും സാലറിക്ക് ഉള്ളത്. അതേ സാലറി നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 4 എമൗണ്ട്സ് വന്നിട്ടുണ്ട് അല്ലെ. ഒന്ന് സാലറിയാണ് 3,12,000, നമ്മൾ സാലറി എടുക്കണം. പിന്നെ ഇത് ഡി എ മാത്രമാണ്, ഡിയർനെസ് പേ അല്ല, വെറും ഡി എ ആണ്. അപ്പൊ നമ്മൾ ഡി എ പരിഗണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എടുക്കേണ്ടത് എന്റർടൈൻമെന്റ് അലവൻസിന്റെ ടാക്സബിൾ എമൗണ്ട് 9,600 രൂപയാണ്. ബോണസിന്റെ 78,000 എമൗണ്ട് ആണ് ഇവിടെ സാലറിക്കകത്ത് വരിക. സാലറി, എന്റർടൈൻമെന്റ് അലവൻസ് ആൻഡ് ബോണസ്. ഓക്കെ, സാലറി 9,600 പ്ലസ് 78,000 rupees 3,99,600. അതാണ് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്ന എമൗണ്ട്. ഇനി നമുക്ക് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യുവേഷനിലേക്ക് വരാം. നമ്മൾ കണ്ടതുപോലെ 2 എമൗണ്ട്സ് ആണ് ഇതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഒന്ന് 15% ഓഫ് സാലറി ആണ് അല്ലെ. സാലറി ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് rupees 3,99,600. ഫസ്റ്റ് വൺ 15% ഓഫ് സാലറി, ദാറ്റ് ഈസ് rupees 3,99,600 into 15%. അപ്പൊ ഒന്നാമത്തെ എമൗണ്ട് കിട്ടുക 59,940 എന്ന് പറയുന്ന എമൗണ്ട് ആണ്. 59,940. ഓർ സെക്കൻഡ് എമൗണ്ട് എന്താണ്? ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ അല്ലെ. എംപ്ലോയർ കൊടുക്കുന്ന റെന്റ് ആണ്. നമ്മൾ കണ്ടു 4,000 പെർ മന്ത് ആണ് എംപ്ലോയർ വാടകയായിട്ട് കൊടുക്കുന്ന എമൗണ്ട്. ദെൻ 4,000 into 12, ദാറ്റ് ഈസ് rupees 48,000. അപ്പോൾ ഈ 2 എമൗണ്ടിൽ ഏതാണോ ലീസ്റ്റ് എങ്കിൽ
അതാണ് ഇവിടെ ഈ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ 59,940 or rupees 48,000, whichever is less. So the least amount is rupees 48,000. അപ്പോൾ rupees 48,000 ആണ് ഇതിനകത്ത് വരുന്ന റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ. ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് is rupees 48,000. Then അസോസിയേറ്റ് ഗ്രോസ് സാലറി ഇൻകം എന്ന് പറയുന്നത് that is rupees 4,59,600. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാടക ചെയ്യുമ്പോൾ ആ കേസിൽ വരുന്ന ഓക്കെ. അപ്പൊ